ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വർ ഗുരു സാക്ഷാത് പരംബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമുക്ക് വളരെ സുപരിചിതമായ വരികളാണിവ. എന്നാൽ ഈ വരികളുടെ ഉദ്ഭവത്തെക്കുറിച്ച് അറിയുന്നവർ ചുരുക്കമാണ്. സ്കന്ദപുരാണത്തിലെ ഗുരുഗീത എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഗമാണിത്. മഹാഭാരതത്തിലെ ഭഗവത്ഗീത പോലെ നൈമിഷാരണ്യത്തിൽ വച്ച് ഗുരുതത്വമറിയാനായി ആഗ്രഹിച്ചിരുന്ന കുറേ മുനിമാരോട് സൂത മഹർഷി ഉമാമഹേശ്വര സംവാദം വിവരിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഗുരുഗീത സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പരമശിവനും പത്നിയായ പാർവതിയും തമ്മിലുള്ള സംഭാഷണമാണ് ഇത് മുഴുവൻ. മിക്കപ്പോഴും ധ്യാന സ്വഭാവത്തിൽ കാണപ്പെടുന്ന പരമശിവനോട് പാർവതി ചോദിക്കുന്നു, ലോകം മുഴുവനും അങ്ങയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത് എന്ന്. ഈ ചോദ്യത്തിന് മറുപടിയായി പരമശിവൻ നൽകുന്ന മറുപടിയാണ് മുകളിൽ പറഞ്ഞ വരികൾ. പരമശിവൻ പറയുന്നു, ഞാനും ബ്രഹ്മാവും വിഷ്ണുവുമെല്ലാം ഗുരുവാണ്. എന്നാൽ ഞങ്ങൾക്കെല്ലാം ഒരു ഗുരുവുണ്ട്. അത് സാക്ഷാൽ പരബ്രഹ്മമാണ്. ആ പരബ്രഹ്മമായി നിൽക്കുന്ന ഗുരുവിനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഗുരുഗീത നൽകുന്ന സന്ദേശമിതാണ്. പരബ്രഹ്മമെന്ന ആ പ്രപഞ്ചശക്തി ഒന്നേയുള്ളൂ. പിന്നെ നമ്മൾ ഏതൊക്കെ പേരിൽ ദൈവമെന്ന് വിശേഷിപ്പിക്കുന്നുണ്ടോ അവരെല്ലാം മനുഷ്യരൂപത്തിൽ ജീവിച്ചിരുന്ന ഗുരുക്കന്മാരായിരുന്നു. അവരിലൂടെയാണ് നമ്മൾ ദൈവത്തെ അറിഞ്ഞതും അനുഭവിച്ചതും. മാതാപിതാ ഗുരു ദൈവം എന്ന വരികൾ പറയുന്നതുപോലെ മാതാവിലൂടെ മാത്രമേ പിതാവിനെ അറിയാൻ കഴിയൂ. ഗുരുവിലൂടെ മാത്രമേ ദൈവത്തെ അറിയാൻ കഴിയൂ. അതുകൊണ്ട് അമ്പലത്തിൽ പോയതുകൊണ്ടോ ക്ഷേത്രത്തിൽ വഴിപാട് കഴിപ്പിച്ചതുകൊണ്ടോ ഈശ്വരനെ അറിയാൻ സാധിക്കില്ല. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും പ്രാർത്ഥിക്കുന്ന ആ ഈശ്വരനെ അറിയണമെങ്കിൽ ഒരേ ഒരു മാർഗം ദൈവത്തെ അറിഞ്ഞ ഒരു ഗുരുവിനെ കണ്ടെത്തുകയാണ്. ആ ഗുരുവുമായി ഗുരുശിഷ്യബന്ധം പുലർത്തുകയാണ്.